അറബിക്കടലിൽ ലൈബീരിയൻ ചരക്കുകപ്പൽ MSC മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം കടൽ പ്രക്ഷുബ്ധമാണ്. എണ്ണ ചോർച്ചയിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഇന്ധനം ചോർന്നാൽ ആദ്യം ജലത്തിൻ്റെ ഉപരിതലത്തിലാണ് പടരുക. ഇത് ജലോപരിതലത്തിൽ കാണുന്ന മത്തി, അയല പോലുള്ള മത്സ്യങ്ങളെ ബാധിക്കും. എന്നാൽ മത്സ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ചെറിയ മലിനീകരണം ഉണ്ടായാൽ തന്നെ ആ സ്ഥലങ്ങളിൽ നിന്നും ഉപരിതല മത്സ്യങ്ങൾ മാറിപ്പോകാറുണ്ട്. കായലിൽ ഇത് സാധ്യമല്ല. പക്ഷേ കടലിൽ എത്ര ദൂരം വേണമെങ്കിലും അവയ്ക്ക് സഞ്ചരിക്കാം. ഇന്ധനച്ചോർച്ച ഉണ്ടാകുന്ന സമയത്തെ പ്രശ്നത്തേക്കാൾ വലുതാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രത്യാഘാതങ്ങൾ. മത്സ്യങ്ങൾ ആഹാരമാക്കുന്ന പ്ലവകങ്ങളും മറ്റും ജലത്തിൻ്റെ ഉപരിതലത്തിലാണുള്ളത്. ഇന്ധനം ഉപരിതലത്തിലുണ്ടെങ്കിൽ അവയിൽ പറ്റിപ്പിടിക്കും. ഇന്ധനപ്പാട വെള്ളത്തിൽ നിന്നും മാറിയാലും പ്ലവകങ്ങളിൽ നിന്നും എണ്ണയും രാസവസ്തുക്കളും ഇല്ലാതാകുന്നില്ല. ദിവസങ്ങൾക്കു ശേഷം മടങ്ങിയെത്തുന്ന മത്സ്യങ്ങൾ ഇവ ഭക്ഷണമാക്കുകയും ഈ രാസവസ്തുക്കൾ മത്സ്യങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സാധ്യത ഇങ്ങനെയാണ്. കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ എണ്ണയുടെ അംശങ്ങളും കാർബണേറ്റുമെല്ലാം അടിത്തട്ടിലടിയും. ഇത് അവിടെയുള്ള കക്ക, ചെമ്മീൻ എന്നിവയെ സാരമായി ബാധിക്കും. കൂടാതെ ടാർപോളുകൾ ദീർഘകാലം രൂപമാറ്റമില്ലാതെ തുടരുകയും പലയിടത്തായി വ്യാപിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ എണ്ണച്ചോർച്ച നടക്കുന്ന സന്ദർഭങ്ങളിൽ മത്സ്യബന്ധനം നിരോധിക്കുകയാണ് പതിവ്. മത്സ്യം കഴിക്കുന്നതും വിലക്കും. എന്നാൽ ഇവിടെ എണ്ണച്ചോർച്ചയുടെ സാഹചര്യങ്ങൾ വലുതായി കാണാനില്ല.